ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് മാനിക് ജെസി ആണ്. ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, നമ്മൾ ഇന്ന് എന്തിനാണ് വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാലാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ നാലാമത്തെ ചാപ്റ്റർ ഉണ്ട്. ബേസിക് എക്കണോമിക് പ്രോബ്ലം ആൻഡ് ദ എക്കോണമി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവിനകത്ത് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്താണ് ഈ ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിർബന്ധമായി ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത്തരത്തിലേക്കുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭ്യമാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മക്കളെ, നമുക്ക് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നോക്കാം, ആൻസേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അതിന് മുന്നോടിയായിട്ട് മക്കളെ വലിയൊരു ഓഫർ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. നിങ്ങൾക്കൊരു വലിയൊരു അവസരം. അതായത് നിങ്ങൾക്ക് സൈലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 മുതൽ ഇതുപോലെ തന്നെ +2 വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ബാച്ചിനകത്തുള്ള ആദ്യത്തെ 1-2 ചാപ്റ്റേഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതിനൊരു അവസരം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നേരെ ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ്സുകളൊക്കെ ഫ്രീ ആയിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതൊരു വലിയൊരു അവസരമാണ്. അപ്പോൾ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ 1ാമത്തെ 2ാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്യുക, നീ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചോട്ടോ. എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, ഇത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു അവസരം ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം എല്ലാ ആൾക്കാരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. സോ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് നോക്കാം. നോക്കൂ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് എക്കണോമിക് പ്രോബ്ലം ആൻഡ് ദ എക്കോണമി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മക്കളെ, ഇതിനകത്ത് ആദ്യം തന്നെ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കിയോളൂ, ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ നോക്കണേ, ചോദ്യം ഇതാണ്, എല്ലാവർക്കും ശ്രദ്ധിച്ചോളൂ. വാട്ട് ആർ ദ 3 ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ദാറ്റ് എ കൺട്രി ഫേസസ് ഇൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഡിസ്ക്രൈബ് എനിവൺ. മക്കളെ, അവിടെ നിങ്ങൾക്ക് ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ? ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് വിവരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. മക്കളെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കണം ഏതൊക്കെയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. ബേസിക് എക്കണോമിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് 3 ഏതൊക്കെയാണ് 3 ഏതൊക്കെയാണ് മക്കളെ? ഈ പറയുന്ന ഫസ്റ്റ് വൺ, വാട്ട് ടു പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം. സെക്കൻഡ് വൺ, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. തേർഡ് വൺ, ഫോർ വൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. നമുക്കറിയാം, യോധ ബാച്ചിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കൊരു പാട്ടിന്റെ രൂപത്തിൽ നമ്മൾ അത് പാടിയിട്ടുണ്ട്. എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ്. ഹേയ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ്. എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി. എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ്. എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി. എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി. അപ്പോൾ നിർബന്ധമായിട്ട് മക്കളെ എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റിനും അതിന്റെ ആൻസേഴ്സും എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളണം. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൗ ടു പ്രൊഡ്യൂസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫോർ വൂം ടു പ്രൊഡ്യൂസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, ആ രീതിയിലേക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം വരും കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ട് മക്കളെ പഠിച്ചു വെച്ചോളൂ. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഏതാണ്, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ഏതൊക്കെയാണ്, അത് 3 പഠിച്ചു വെച്ചോളൂ. അത് പഠിക്കാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, പോകരുത്. ഇനി അടുത്തത് ഈ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഒരു 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു. ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് നോട്ട് വൺ ഓഫ് ദ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദനത്തിന്റെ 4 ഘടകങ്ങളിൽ പെടാത്തത് ഏതാണ്? ഉൽപാദക ഘടകത്തിൽ പെടാത്തത് ഏതാണ്? അതിൽ ലാൻഡ് ആണോ, ലേബർ ആണോ, ക്യാപിറ്റൽ ആണോ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ആണോ, ഭൂമിയാണോ, തൊഴിലാണോ, മൂലധനമാണോ, ഗതാഗതമാണോ? ഏതാണ് മക്കളെ വരിക? ഏതാണ് ഇതിന്റെ ആൻസർ? റൈറ്റ് ആൻസർ ഏതാണ്? ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ ഏതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്നുള്ളത്? അത് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ അവസാനം ചെയ്താൽ മതി. നിങ്ങൾ അവസാനം കേട്ടോ, ഞാൻ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും ഒന്നുകൂടി കാണിച്ചു തരും. ഇനി മക്കൾ ശ്രദ്ധിച്ചോ, ഇനി അടുത്തത് ഈ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, കമ്പയർ ദ ലേബർ ഇന്റൻസീവ് ടെക്നിക് ആൻഡ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്. തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയും മൂലധന തീവ്ര സാങ്കേതിക രീതിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം മക്കളെ, നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ എന്താണ് ലേബർ ഇന്റൻസീവ് ടെക്നിക്, എന്താണ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് എന്താണ്, നമ്മൾ പഠിച്ചു വെച്ചോണം. ലേബർ ഇന്റൻസീവ് ടെക്നിക് എന്ന് പറഞ്ഞാൽ പേരുത്തനുണ്ട്. അവിടെ എന്തായിരിക്കും കൂടുതലും ഉണ്ടാവുക അവിടെ ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ ആയിരിക്കും കൂടുതലുണ്ടാവുക, അല്ലേ? ലേബർ ആയിരിക്കും കൂടുതലുണ്ടാവുക. ഇനി ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്തായിരിക്കും അവിടെ കുറവായിരിക്കും. ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്തായിരിക്കും, കുറവായിരിക്കും. അതായത്
അവിടെ കൂടുതലുണ്ടാവുക തൊഴിലാണ് കൂടുതലുണ്ടാവുക, തൊഴിൽ കൂടുതലുണ്ടാവും, പകരം ഈ മൂലധനം എന്തായിരിക്കും, ഇതേപോലെ തന്നെ കുറവായിരിക്കും അല്ലേ. അങ്ങനെയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് അല്ലേ. ഇതാ നിങ്ങൾ നോക്കുക, കണ്ടോ, ഈ പാടത്ത് കൊയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ജോലിക്കാരെയാണ് വെച്ചത്, പകരം ഈ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഈ പറയുന്ന സാങ്കേതിക വിദ്യകളൊക്കെ എന്താണ് വളരെ കുറവാണ്, പൈസ ഇറക്കിയത് വളരെ കുറവാണ്. എന്നാൽ നിങ്ങൾ നോക്കി രണ്ടാമത്തേതാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കാണ്, മൂലധന തീവ്ര സാങ്കേതിക വിദ്യയാണ്. ഇതിനകത്ത് എന്തായിരിക്കും കൂടുതലുണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് ക്യാപിറ്റലാണ് കൂടുതലുണ്ടാവുക. എന്തായിരിക്കും കൂടുതലുണ്ടാവുക വെച്ചാൽ ക്യാപിറ്റൽ വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ തൊഴിൽ അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ മൂലധനം വളരെ കൂടുതലായിരിക്കും. അതായത് കുറെ പണം ഇറക്കി കുറെ ടെക്നോളജിയും സാധനങ്ങൾ വാങ്ങുന്നു. എന്നാൽ അറ്റ് ദ സെയിം ടൈം അവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് വളരെ കുറവായിരിക്കും. അതാണ് ഇത് നമ്മളെ വ്യത്യാസം. പേര് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ നോക്കിയോ, ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ യൂസിങ് മോർ ലേബർ, ഓർത്ത് വെച്ചോണേ. അവിടെ ഫസ്റ്റ് വൺ അവിടെ പറയുന്നുണ്ട് മക്കളെ, എല്ലാവർക്കും നോക്കിയോ, മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ ഈസ് കോൾഡ് ലേബർ ഇന്റൻസീവ് ടെക്നിക്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് മക്കളെ, കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവുമാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, തൊഴിൽ തീവ്ര സാങ്കേതിക രീതി അല്ലെങ്കിൽ ലേബർ ഇന്റൻസീവ് ടെക്നിക് എന്ന് വിളിക്കാം. ഇനി അടുത്താണെങ്കിലോ എവിടെയാണെങ്കിലും നിങ്ങൾ നോക്ക്, മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലേബർ ആണ്. ഈ പറഞ്ഞ കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തി ഉപയോഗിച്ചതാണെങ്കിൽ അതിനെ മൂലധന തീവ്ര സാങ്കേതിക അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് എന്ന് നമ്മൾ എന്ത് ചെയ്യാം, വിളിക്കാം. ഇത് ഓർത്ത് വെച്ചോളൂ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. റെഡി, സെറ്റ് അല്ലേ? സെറ്റ്, യെസ്, റെഡി. ഇനി മക്കൾ ശ്രദ്ധിക്കണം, അടുത്തത് നമുക്ക് ഈ ഒരു പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒന്നാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കണോമിക്സ് ആണ്. ഇത് പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകളാണ്. മൂന്നെണ്ണം നമുക്ക് ഉണ്ട് എന്നറിയാം അല്ലേ. ഏതൊക്കെയാണ് മൂന്നെണ്ണം? ഒന്ന് ക്യാപിറ്റലിസ്റ്റ്, രണ്ട് സോഷ്യലിസ്റ്റ്, മൂന്നാമത്തെ എന്താണ്, മിക്സഡ് എക്കോണമി. ഒന്നാമത്തെ നിങ്ങൾ നോക്കിയോളൂ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് എക്കോണമി, മൂന്നാമത്തത് മിക്സഡ് എക്കോണമി. ഏതിനകത്താണ് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ നോക്കുക, ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഫോളോ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷൻ നോക്കാം. ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ഇത് ഏത് രാജ്യമാണ്? ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമേരിക്കയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇവിടുത്തെ മെയിനായിട്ടുള്ള എയിം, ഈ എക്കോണമിയുടെ എയിം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക, ലാഭം ഉണ്ടാക്കുക, എന്ത് ചെയ്തിട്ടും ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അല്ലെ. എന്ത് ചെയ്താലും അവർ ലാഭം ഉണ്ടാക്കും. അതിന്റെ ഭാഗമായിട്ടാണല്ലോ നിങ്ങൾക്കറിയാം, ഇത് കോവിഡ് ഒക്കെ ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നും അമേരിക്കയാണ്. എന്തുകൊണ്ട് മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കോവിഡ് വാക്സിൻ ഒക്കെ തന്നെ ഗവൺമെന്റ് അല്ല കൊടുത്തത്, പകരം പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികളാണ് കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അറ്റ് ദ സെയിം ടൈം ഇന്ത്യക്കകത്തൊക്കെ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, അത് ഡീൽ ചെയ്തത്. ഇനി അടുത്ത് നിങ്ങൾ നോക്ക്, സോഷ്യലിസ്റ്റ് എക്കോണമി. സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നോർത്ത് വെച്ചോളെ, ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ആണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ഇനി സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ പ്രത്യേകത, സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അവരുടെ മെയിനായിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആണ്. വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമമാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ജനക്ഷേമമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ള രാജ്യം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൈന ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. റെഡി. ഇനി അടുത്ത് നോക്കുന്നത് മിക്സഡ് എക്കോണമി. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ ഒരേ സമയം പ്രൈവറ്റിനും പ്ലസ് അതേപോലെ തന്നെ ഗവൺമെന്റിനും കൂടി റോളുള്ള എക്കോണമിയാണ് ഇത് മിക്സഡ് എക്കോണമി. രണ്ടിനെയും കൂടി ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ് മെയിൻ ആയിട്ടുള്ള രാജ്യം. ഇനി അവരുടെ എയിം എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് പ്രോഫിറ്റും ഉണ്ടാവും, അതേപോലെ തന്നെ എന്തുകൂടി ഉണ്ടാവും, സോഷ്യൽ വെൽഫെയറിനും ഇമ്പോർട്ടൻസ് കൊടുക്കും. അതാണ് മിക്സഡ് എക്കോണമിയുടെ ഫീച്ചേഴ്സ്. അപ്പോൾ ഓർത്ത് വെച്ച മക്കളെ, ഇതിനകത്ത് നിന്ന് ഏത് എക്കോണമിയാണ് കൂടുതലും എക്സാമിന് ചോദിക്കാൻ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു കൂടുതലും ചോദിക്കാൻ സാധ്യത മിക്സഡ് എക്കോണമിയാണ്. ബിക്കോസ് നമ്മുടെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നത് മിക്സഡ് എക്കോണമിയാണ് എന്നുള്ളത് കൊണ്ട് അത് ചോദിക്കാൻ കൂടുതലും സാധ്യത മിക്സഡ് എക്കോണമിയാണ്. അപ്പോൾ മക്കളെ നമ്മൾ പഠിച്ചു വെക്കണം, മിക്സഡ് എക്കോണമിയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോണം. എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, വിച്ച് എക്കോണമി ഡിഡ് ഇന്ത്യ അഡോപ്റ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് എക്കോണമി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ ഏത്, ഈ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം എന്ത് ചെയ്യാം, ചോദിക്കാം. ആ ചോദ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ മിക്സഡ് എക്കോണമി എന്താണ്, ആ മിക്സഡ് എക്കോണമിയുടെ ഫീച്ചേഴ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേക്ക് ഡീറ്റെയിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഓരോരോ പോയിന്റുകളിലേക്ക് ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ നോക്കിയോളൂ, നിങ്ങൾ നോക്കിയോട്ടോ, ഇത് രണ്ടും കൂടി ഞാൻ എല്ലാം കൂടി ഷോർട്ട് ആക്കിയിട്ട് ഞാൻ ഇതാ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ കണ്ടില്ലേ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി, ഇങ്ങനെ മൂന്നെണ്ണം കൂടി എന്താണ് ഷോർട്ട് ആക്കി തന്നാണ്. അതിൽ സോഷ്യലിസ്റ്റിൽ വരികയാണെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ നോക്കിയാൽ മതി, കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ഉണ്ട്, സ്വകാര്യ പൊതുമേഖലയുടെ സഹവർത്തിത്വം ഉണ്ട്, രണ്ടും ഉണ്ട്, സ്വകാര്യ മേഖലയുണ്ട്, പൊതുവർത്തിത്വം ഉണ്ട്. ഇനി ഇവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് പ്രോഫിറ്റബിലിറ്റി ആൻഡ് സോഷ്യൽ വെൽഫെയർ. പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ
ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ മുതലാളിത്ത രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് ലാഭക്ഷമത. രണ്ടാമത്തത് സോഷ്യൽ വെൽഫെയർ ആണ്. സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞാൽ സാമൂഹിക ക്ഷേമം, അത് സോഷ്യലിസ്റ്റിന്റെ ആണ്. അപ്പൊ രണ്ടും കൂടി ചേർന്നാണ് ഇത് മിക്സഡ് എക്കോണമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. റെഡി അല്ലേ? ഇനി അടുത്ത് നോക്കിയോളൂ, ഇവിടെ ഇൻഡിവിജ്വൽ ഫ്രീഡം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യം കാണുന്നുണ്ട് ഇത് മിക്സഡ് എക്കോണമിക്കകത്ത്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ടാവും, സാമ്പത്തിക ആസൂത്രണം ചെയ്യുന്നുണ്ടാവും, നടക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ എന്തുകൂടി ഉണ്ടാവും, ഗവൺമെന്റ് റെഗുലേഷൻസ് ഉണ്ടാവും, സർക്കാർ നിയന്ത്രണങ്ങളും ഉണ്ടാവും. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഒരേ സമയത്ത് തന്നെ ഇൻഡിവിജ്വൽസിന് വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും, അതേപോലെ തന്നെ സർക്കാർ നിയന്ത്രണങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മിക്സഡ് എക്കോണമിയുടെ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സഡ് എക്കോണമി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്തത്. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഇല്ല കേട്ടോ. അപ്പോൾ ഓർത്തു വെച്ചോ, ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 3 എക്കോണമിയെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കോണമീസ് 3 അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മിക്സഡ് എക്കോണമിക്കാണെന്ന് പഠിച്ചു വെക്കാം കേട്ടോ. മിക്സഡ് എക്കോണമി റെഡി, സെറ്റ് അല്ലേ? സോ മക്കളെ, അടുത്തത് ഏറ്റവും പ്രധാനമായിട്ട് എക്കണോമിക് തിങ്കേഴ്സും അവരുടെ തിയറിയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. അത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഇതാ നോക്കിയോളൂ, ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, ലേണൽ റോബിൻസ്, ഡേവിഡ് റിക്കാർഡോ, ഇങ്ങനെയുള്ള ആൾക്കാരെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ പ്രധാനപ്പെട്ട തിയറീസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ആഡം സ്മിത്തിന്റെ ആണെങ്കിൽ നമുക്കറിയാം സയൻസ് ഓഫ് വെൽത്ത് ആണ്. ഇതേപോലെ തന്നെ ആൽഫ്രഡ് മാർഷൽ ആണെങ്കിൽ അദ്ദേഹം പറയുന്നത് വെൽഫെയർ എക്കണോമിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ലേണൽ റോബിൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഡേവിഡ് റിക്കാർഡോ ആണെങ്കിൽ തിയറി ഓഫ് റെന്റ് ആണ്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കണം, ഇത്തരത്തിലേക്ക് ഈ പറഞ്ഞ എ എന്ന് പറഞ്ഞാൽ 1 തന്നെ, അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞാൽ ഏതാണ് 3, സി എന്ന് പറഞ്ഞാൽ ഏതാണ് ഇതേപോലെ തന്നെ 4, എസ്, ഡി എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഈ രീതിയിലേക്ക് എക്കണോമിക് തിങ്കേഴ്സ് എന്ത് ചെയ്യും, ചോദിക്കും. എക്കണോമിക് തിങ്കേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എക്കണോമിക് തിങ്കേഴ്സിനുമായി ബന്ധപ്പെട്ട് അവർ പഠിച്ചു വെക്കണം. നമ്മൾ യോധ ബാച്ചിനകത്തൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സുകളിലൊക്കെ ഉണ്ട്. അതായത് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, ആഡം സ്മിത്ത്, അതേപോലെ തന്നെ ആൽഫ്രഡ് മാർഷൽ, ലേണൽ റോബിൻസ്, അതേപോലെ തന്നെ മക്കളെ ഡേവിഡ് റിക്കാർഡോ, കാൾ മാക്സ്, അതേപോലെ തന്നെ ജെ ഷൂപീറ്റർ, ജെ എം കെയ്ൻസ്, അതുപോലെ ജെ ഷൂപീറ്റർ, ഇവരുടെ ഒക്കെ തന്നെ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് യോധ ബാച്ചിനകത്ത് നമ്മുടെ ഉള്ള ആൾക്കാരൊക്കെ അതൊന്ന് നോക്കി എന്ത് ചെയ്യുക, പഠിക്കുക. റെഡി. ഇനി അത് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഗാന്ധിയാണ്. ഗാന്ധിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ചോദ്യം വരും, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഗാന്ധിയൻ എക്കണോമിക് തോട്ട്സ്. ഗാന്ധിയൻ സാമ്പത്തിക ചിന്തകളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ എന്ത് ചെയ്യും, ചോദ്യം വരും. അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിർബന്ധമായിട്ട് മക്കളെ ഗാന്ധിജിയെ കുറിച്ച് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോണം. മക്കളെ ഞാനതൊരു ഷോർട്ട് ചെയ്യാൻ പറഞ്ഞത്, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒറ്റ കാര്യം പഠിച്ചാൽ മതി. ഇപ്പോൾ ഗാന്ധിജിയുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ മനസ്സിലേക്ക് വന്നാൽ മതി. ഗാന്ധിജിയുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? ഗാന്ധിജി അറിയാലോ, ഗാന്ധിജി ഇതേപോലെ തന്നെ ഭയങ്കര അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അദ്ദേഹം സെൽഫ് സഫിഷ്യൻസിക്ക്, സ്വയം പര്യാപ്തതയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത ആളാണ് ഗാന്ധിജി. അദ്ദേഹത്തിന് വേണ്ട കൃഷി അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹം എല്ലാം മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാതെയാണ് അദ്ദേഹം ജീവിച്ചത്. ഇനി മക്കൾ ചോദിക്കാതെ, അദ്ദേഹം ഇന്ത്യക്കകത്ത് വന്ന സമയത്ത്, ഈ സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യയിൽ നിന്ന് വന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ ഗ്രാമങ്ങൾ ഇന്ത്യയുടെ ആത്മാവാണ് എന്ന് ഗാന്ധിജി പറയുന്നുണ്ട് അല്ലേ. അതായത് ഇന്ത്യയുടെ ആത്മാവ്, സോൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളാണ് ഗാന്ധിജി പറയുന്നുണ്ട്. അപ്പോൾ ഗ്രാമങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ആര്, ഗാന്ധിജി. ഗ്രാമങ്ങളിലുള്ള വ്യവസായങ്ങൾക്ക്, അത് അവിടെ തന്നെയുള്ള ലോക്കൽ മാർക്കറ്റ്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഗാന്ധിജി. പിന്നെ ഗാന്ധിജി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ജസ്റ്റിസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. സാമൂഹിക നീതിക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ആര്, ഗാന്ധിജി. ഇത്രയും നിങ്ങൾ മനസ്സിലേക്കുണ്ടെങ്കിൽ ഗാന്ധിജിയെ സൂപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നോക്കിയോളൂ, ഗാന്ധിജി പറയാണ്, സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഗാന്ധിജി എൻവിഷൻഡ് ദ എക്കണോമി ബേസ്ഡ് ഓൺ സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അതൊരു പോയിന്റ്. റെഡി. ഇനി അടുത്ത് നോക്ക്, റൂറൽ ഇൻഡസ്ട്രീസ്. ഗാന്ധിജി ഗ്രാമങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റൂറൽ ഇൻഡസ്ട്രി നീഡ് ടു നർച്ചേർഡ് ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ലോക്കലി. ഈ പറയുന്ന പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കണമെന്ന് ആര് പറയുന്നുണ്ട്, ഗാന്ധിജി പറയുന്നുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ്. റെഡി. ഇനി നോക്കൂ, ഗാന്ധിജി ഈ പറയുന്ന ഗ്രാമങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഈ പറയുന്ന എന്തിനു കൂടി കൊടുക്കുന്നുണ്ട്, പ്രാദേശിക വിപണികൾക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറയുന്നുണ്ട്. ലോക്കൽ മാർക്കറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടി മക്കളെ, ലോക്കൽ മാർക്കറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെടുന്നുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് ഫോർത്ത് വൺ നിങ്ങൾ നോക്കൂ, ഗാന്ധിജി എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, സോഷ്യൽ ജസ്റ്റിസിന് ഗാന്ധിജി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാമൂഹിക നീതിക്ക് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ തന്നെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അടുത്തത് നമുക്ക് വരിക ഈ അമർത്യാസനുമായി ബന്ധപ്പെട്ടാണ്. അമർത്യാസനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരും,
വാട്ട് വേർ ദ എക്കണോമിക് ഐഡിയാസ് പുട്ട് ഫോർവേഡ് ബൈ അമർത്യാസൻ. അമർത്യാസൻ മുന്നോട്ട് വെച്ച സാമ്പത്തിക ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ട് ഉത്തരം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ 2 പോയിന്റ്സുകളാണ്, ഈ 2 സ്ലൈഡ്സിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ അതിൽ അമർത്യാസൻ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യ നീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യത്തിന് അനിവാര്യമാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ ഒരു രാജ്യത്തെ വികസനം എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യത്തിനും ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓർത്തു വെച്ചോളൂ, അദ്ദേഹം എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറിനും സോഷ്യൽ ജസ്റ്റിസിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു രാജ്യത്തിനകത്ത് ജെൻഡർ ഇക്വാലിറ്റി, അതുപോലെ വിമൻ എംപവർമെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു രാജ്യത്തിനകത്ത് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്, സാമ്പത്തികമായ അവിടെ വളർച്ച ഉണ്ട് എന്ന് എൻ്റെ തെളിവ് എന്ന് പറഞ്ഞാൽ അത് എന്തിനെ ബേസ് ചെയ്യാണ്, അവിടെ ഹ്യൂമൻ റൈറ്റ്സുകളും ഫ്രീഡവും ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു രാജ്യം സാമ്പത്തികമായി ടോപ്പാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ രാജ്യത്തിനകത്ത് ഹ്യൂമൻ റൈറ്റ്സും ഫ്രീഡവും ഉണ്ട് എന്നാണ്. അതില്ലെങ്കിൽ ആ രാജ്യം എന്തല്ല, സാമ്പത്തികമായിട്ട് ടോപ്പ് അല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതാണ് അമർത്യാസനുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ചോദ്യം എന്ത് ചെയ്യും, വരും മക്കളെ. സോ ഇത്തരത്തിലേക്കുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്, ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ബേസിക് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിലൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ, ഇതിന്റെ ഒരു ആൻസർ മക്കൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിച്ച് ഈസ് നോട്ട് വൺ ഓഫ് ദ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലേ? അപ്പൊ നോക്കൂ, ഉൽപാദനത്തിന്റെ 4 ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അത് മക്കൾ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ജസ്റ്റ് കമന്റ് ബോക്സിലേക്ക് അയക്കുക. അപ്പോൾ മക്കളെ മറക്കണ്ട, നിങ്ങൾക്ക് താഴെ കാണുന്നുണ്ടാവും നമ്മുടെ യോധ ബാച്ച് നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. സോ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ യോധ ബാച്ചിൽ അംഗമാവുക. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഈ ഒരു നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഏതാണ് ഈ പറയുന്ന നമ്മുടെ യോധയിലേക്ക് ചേരേണ്ട നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 995540, അതേപോലെ തന്നെ 800. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, യോധയിൽ ചേരണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് എന്തൊരു അടിസ്ഥാനത്തിലായിരിക്കട്ടെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്ന 2 പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ നിങ്ങൾ പരിഗണിച്ചോ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാട്ടോ. അപ്പൊ ആരും മറക്കണ്ട, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ എല്ലാ ആൾക്കാർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നമുക്കിനി ലൈവിൽ കാണാം. ബൈ എവരിവൺ.